അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സാഴുകളിലും മുദ്ദുകളിലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ട്. ബറക്കത്തി സായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുദ്ദിഹി. ഇത് ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ. ഫീഹി ആയിഷത്തു റളിയല്ലാഹു അൻഹാ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദുല്ലാഹ് ബിൻ സെയ്ദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ഇബ്രാഹിം അലൈഹിസ്സലാം മക്കയെ പണിതു, എന്നിട്ട് അതിനെ പരിശുദ്ധമായ ഹറം ആക്കി മാറ്റി. എന്നിട്ട് അള്ളാഹു തആലയോട് അനുഗ്രഹം ചോദിച്ചു. അതിനു വേണ്ടിയിട്ട്, ആ മക്കയെ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ട്, ഞാൻ അൽ മദീനയെ പണിത് അത് ഹറം ആക്കി മാറ്റി, പരിശുദ്ധമായ സ്ഥലമാക്കി മാറ്റി. ഇബ്രാഹിം അലൈഹിസ്സലാം മക്കയെ പരിശുദ്ധമാക്കി മാറ്റിയതുപോലെ. എന്നിട്ട് ഞാൻ അള്ളാഹു തആലയോട് അനുഗ്രഹങ്ങൾ ചോദിച്ചു, അവിടെയുള്ള അളവുകളിൽ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്, അതായത് മുദ്ദുകളിലും സാഴുകളിലും. നമ്മുടെ നാഴി, പറ, എടങ്ങാഴി എന്നൊക്കെ പറയുന്ന പോലത്തെ അന്ന് അറബിയിലുണ്ടായിരുന്ന അളവ് പാത്രങ്ങളാണ് മുദ്ദ്, സാഴ് എന്നൊക്കെ പറയുന്ന അളവ് കണക്കുകളാണ്. ഇപ്പോൾ അതുണ്ടോ എന്ന് അറിയില്ല, ഗൾഫിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് അറിയായിരിക്കും, അല്ലാഹു ആലം. ഇബ്രാഹിം അലൈഹിസ്സലാം മക്കയിലുള്ള ആഹാര സാധനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ദുആ ചെയ്തിരുന്നു, അനുഗ്രഹം വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെയാണ് ഞാൻ മദീനയിലുള്ള മുദ്ദുകൾക്കും സാഹുകൾക്കും അനുഗ്രഹം ചോദിച്ചത്. അപ്പോൾ അവിടുത്തെ ആഹാരത്തിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അളന്ന ആഹാരത്തിന് അനുഗ്രഹം കൂടുതലുണ്ട് എന്നാണ് മുമ്പുള്ള ഹദീസിൽ കണ്ടതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. عن عبد الله بن زيد رضي الله عنه عن النبي صلى الله عليه وسلم أن إبراهيم حرم مكة ودعا لها وحرمت المدينة كما حرم إبراهيم مكة ودعوت لها في مدها وسعيها مثل ما دعا إبراهيم عليه السلام لمكة. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, അല്ലാഹുവേ, നിൻ്റെ അനുഗ്രഹം ഇതിലുള്ള അളവുകളിൽ ഉണ്ടായിരിക്കണേ, അവരുടെ മുദ്ദുകളെയും സാഹുകളെയും നീ അനുഗ്രഹിക്കണേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്കാരെയാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അല്ലാഹുമ്മ ബാരിക് ലഹും ഫീ മിക്യാലിഹിം വബാരിക് ലഹും ഫീ സായിഹിം വമുദ്ദിഹിം യാനി അഹ്ലുൽ മദീന. അറപ്പുരകളിൽ അല്ലെങ്കിൽ പത്തായപ്പുരകളിൽ, അതിൽ ഗോഡൗണിൽ കിടക്കുന്ന ആഹാര സാധനങ്ങൾ വിൽക്കുന്നതിനെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്? മായുദ്കറു ഫീ ബൈത്വാമി വൽ ഹുക്റതി. സാലിം വിശദീകരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞതായിട്ട്, അളക്കുകയോ തൂക്കുകയോ ചെയ്യാതെ ആഹാര സാധനങ്ങൾ വാങ്ങിക്കുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് ആണിത്. അവരെ ശിക്ഷിച്ചിരുന്നു, അത് അവരവരുടെ വീടുകളിലേക്ക് കൊണ്ടുപോയില്ലെങ്കിൽ. അപ്പോൾ അതായത് ആഹാര സാധനങ്ങൾ മേടിച്ചാൽ വീട്ടിൽ കൊണ്ടുപോവുക, പിന്നീടാണ് വിൽക്കാൻ പാടുള്ളൂ, അപ്പോൾ തന്നെ അങ്ങ് വിൽക്കാൻ പാടില്ല. നേരത്തെ കണ്ട ഹദീസുകൾ തന്നെ വേറെ രീതിയിൽ. عن سالم عن أبيه رضي الله عنه قال رأيت الذين يشترون طعام مجازفة يضرعون على عهد رسول الله صلى الله عليه وسلم أن يبيعوه حتى يؤوه إلى رحالهم. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചു ആഹാര സാധനങ്ങൾ വിൽക്കുന്നത് അളക്കുന്നതിന് മുമ്പ്, വാങ്ങിച്ച ആളുടെ കസ്റ്റഡിയിലേക്ക് എടുക്കുന്നതിനും മുമ്പ്. അതായത് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുക അല്ലെങ്കിൽ സ്വന്തം ഗോഡൗണിലേക്ക് കൊണ്ടുപോകുക, അത് രണ്ടും ചെയ്യാതെ, അളക്കുകയും സ്വന്തം കസ്റ്റഡിയിലേക്ക്, ഉടമസ്ഥത്വത്തിലേക്ക് പൂർണ്ണമായി എടുക്കുകയും ചെയ്യാതെ ആഹാര സാധനങ്ങൾ വിൽക്കാൻ പാടില്ല. ഞാൻ ഇബ്നു അബ്ബാസിനോട് ചോദിച്ചു, അതെങ്ങനെയാണ്? ഇബ്നു അബ്ബാസ് മറുപടി പറഞ്ഞു, അങ്ങനെ ചെയ്താൽ പൈസയ്ക്ക് പകരം പൈസ വെക്കുന്നത് പോലെ ആയിപ്പോവും എന്ന്. അപ്പോൾ നമ്മൾ 100 രൂപ കൊടുത്തിട്ട് 100 രൂപ തിരിച്ചു മേടിക്കുന്ന പോലെ. കാരണം ആഹാര സാധനങ്ങൾ ആദ്യത്തെ വിൽപ്പനക്കാരൻ്റെ കയ്യിൽ നിന്നും രണ്ടാമത്തെ ആളുടെ കയ്യിലേക്ക് വന്നിട്ടില്ല, ഈ കട തന്നെ വരണം. അതുകൊണ്ടാണ് ചിലരൊക്കെ പറയുന്നത്, ഈ ഷെയർ മാർക്കറ്റിൽ നമ്മൾ നേരിട്ട് സാധനം മേടിക്കുന്നില്ല, വെറുതെ പൈസ ഇടുന്നു, വൈകുന്നേരം ആകുമ്പോൾ കുറേ പൈസ കിട്ടുന്നു വിൽക്കുമ്പോൾ. ഇപ്പോൾ പയറും പരിപ്പുമൊക്കെ തന്നെയാണ് മേടിക്കുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നത്. രാവിലെ മേടിക്കുന്നു, വൈകുന്നേരം ആകുമ്പോൾ വില കൂടുമ്പോൾ വിൽക്കുന്നു. അപ്പോൾ അതൊക്കെ തെറ്റാണ് എന്നാണ് പറയുന്നത്. ആഹാര സാധനങ്ങൾ വെച്ചിട്ടുള്ള ഷെയർ മാർക്കറ്റിലുള്ള കച്ചവടം തെറ്റാണ്, കാരണം അത് നമ്മുടെ കയ്യിൽ വരുന്നില്ല, വാങ്ങിക്കുന്ന ആളുടെ കയ്യിൽ അത് വരണം. ഹൻ ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമാ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നഹ അൻ യബിയ റജുല ത്വാമൻ ഹത്താ യസ്തൗഫിയു ഖുൽതു ലിബ്നി അബ്ബാസിൻ കൈഫ ദാക ഖാല ദാക ദറാഹിമു ബിദറാഹിമ വത്വാമു മുർജഉൻ ഖാല അബൂ അബ്ദില്ല മുർജഊൻ.
അത്തൗബ 106. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ആഹാര സാധനങ്ങൾ വാങ്ങിക്കുന്ന ആൾ അത് പൂർണ്ണമായി കൈ കിട്ടുന്നതുവരെ വിൽക്കരുത്. സമയത്തു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു യഖൂലു ഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഇബ്താഅ ത്വആമൻ ഫലാ യബിഉഹു ഹത്താ യഖ്ബിലഹു. അസ്സുഹരി വിശദീകരിക്കുന്നു, മാലിക് ബിൻ ഔസിൻ്റെ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ പറഞ്ഞതായിട്ട്, ആരുടെ അടുത്ത ചേഞ്ച് ഉള്ളത്, ചില്ലറ ആരുടെ അടുത്താണോ ഉള്ളത്. ത്വൽഹ പറഞ്ഞു, എൻ്റെ അടുത്ത് ചില്ലറ ഉണ്ടാവും, എൻ്റെ കട നടത്തുന്ന ആൾ, അല്ലെങ്കിൽ നമ്മുടെ രീതിയിൽ പറഞ്ഞ കടയിലെ പണിക്കാരൻ കാട്ടിപ്പോയിരിക്കുകയാണ്, ആൾ തിരിച്ചു വരുമ്പോൾ എൻ്റെ അടുത്ത് ചില്ലറ ഉണ്ടാവുമെന്ന്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, സ്വർണത്തിന് പകരം സ്വർണം കൈമാറ്റം ചെയ്യുന്നത് ബാർട്ടർ, അത് പലിശയാകുന്നു. അത് തുല്യമായ അളവിൽ അല്ലാതിരിക്കുകയോ കയ്യിൽ നിന്ന് കയ്യിലേക്ക് അല്ലാതിരിക്കുകയോ ചെയ്താൽ, അപ്പോൾ കൈമാറ്റം ചെയ്തു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അതിൻ്റെ തുല്യമായ വിലയ്ക്കാണ് എങ്കിലും കുഴപ്പമില്ല. അപ്പോൾ 1 പവൻ ഒരാളുടെ അടുത്ത് നിന്ന് മേടിച്ചിട്ട് മറ്റേ ആൾ തിരിച്ചു കൊടുക്കുന്നതും 1 പവനാണ്, കൈമാറ്റവും ചെയ്തു, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. വെറുതെ ഉള്ള കച്ചവടം, ഷെയർ മാർക്കറ്റ് പോലെയുള്ള, അല്ലെങ്കിൽ കടയിലിരിക്കുകയാണ്, എന്നാൽ 1 പവൻ എൻ്റെ 1 പവൻ നിൻ്റെ തന്നേക്കാം എന്നൊക്കെ പറഞ്ഞ് കച്ചവടം ചെയ്താൽ അത് പൂർണ്ണമാവുകയില്ല, അത് പലിശയായിട്ടായിരിക്കും കൂട്ടുക. അതുപോലെ ഗോതമ്പ് അല്ലെങ്കിൽ അതുപോലത്തെ ഗോതമ്പ് ധാന്യം വേറെ ഗോതമ്പ് ധാന്യവുമായി മാറ്റി കച്ചവടം ചെയ്യുന്നത് പലിശയായിട്ടാണ് കണക്കാക്കുക. അത് തുല്യമല്ലെങ്കിൽ, അതായത് വില ഇച്ചിരി നല്ല ഗോതമ്പ് ഒരാൾ മേടിക്കുന്നു, ഇച്ചിരി കുറഞ്ഞ ഗോതമ്പ് അല്ലെങ്കിൽ പാറ്റിയിട്ടില്ലാത്ത അതിൽ ഓലയും ഇലയൊക്കെ ഉള്ള അല്ലെങ്കിൽ മണ്ണുള്ള കല്ലുള്ള ഇച്ചിരി കുറഞ്ഞ ക്വാളിറ്റിയുടെ ഗോതമ്പ് മറ്റേ ആൾ കൊടുക്കുന്നു, അതിന് അളവ് കൂടുതലുണ്ട്. സാധാരണ രീതിയിൽ നമ്മുടെ ഒരു സാധാ ബുദ്ധി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 1.5 കിലോ കുറഞ്ഞ ഗോതമ്പ് കൊടുത്തിട്ട് 1 കിലോ നല്ല, ഇപ്പം നമ്മുടെ അല്ലി ഭാഷയിലാണെങ്കിൽ അരി, കുറഞ്ഞ അരി 2 കിലോ കൊടുത്തിട്ട് നല്ല അരി 1 കിലോ മേടിക്കുന്നത് പലിശയായിട്ടാണ് കണക്കാക്കുക. അങ്ങനെ ചെയ്യാൻ പാടില്ല. അപ്പോൾ കയ്യിൽ നിന്ന് കയ്യിലേക്ക് കൈമാറ്റം ചെയ്യുകയും തുല്യമായ വിലയായിരിക്കുകയും ചെയ്താൽ മാത്രമേ അത് ഹലാലാവുള്ളൂ, അല്ലെങ്കിൽ അല്ല. ഈന്തപ്പഴത്തിന് പകരം ഈന്തപ്പഴം ചെയ്താലും അത് പലിശയാണ്. അത് കയ്യിൽ നിന്നും കയ്യിലേക്ക് അല്ലെങ്കിൽ അത് തുല്യമായ പൈസയ്ക്കുള്ളതല്ലെങ്കിൽ. ബാർലിക്ക് പകരമായി ബാർലി കൈമാറ്റം ചെയ്താലും പലിശയാണ്. അത് ഒരു കയ്യിൽ നിന്ന് മറ്റൊരു കയ്യിലേക്ക് കൊടുക്കുകയും അത് തുല്യമായ പൈസയ്ക്ക് ഉള്ളതായിരിക്കുകയും ചെയ്തില്ലെങ്കിൽ. അതിന് സുഹരിയൻ മാലിക് ബിൻ ഔസിൻ അന്നഹു ഖാല മൻ ഇൻദഹു സർഫുൻ ഫഖാല തൽഹതു അന ഹത്താ യജിഅ ഖാസിനുനാ മിനൽ ഗാബതി. قال سفيان هو الذي حفظناه من الزهري ليس فيه زيادة. فقال أخبرني مالك بن أوس أن سمع عمر بن الخطاب رضي الله عنه يخبر عن رسول الله صلى الله عليه وسلم قال الذهب بالوارق ربا إلا هاء وهاء والبر بالبر ربا إلا هاء وهاء والتمر بالتمر ربا إلا هاء وهاء والشعير بالشعير റിബൻ ഇല്ലാഹ വഹാ. ആഹാരധാന്യങ്ങൾ കയ്യിൽ കിട്ടുന്നതിന് മുമ്പേ വിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലില്ലാത്ത ഒരു സാധനം വിൽക്കുന്നത്, വരാൻ പോണേ ഉള്ളൂ, നാളെ സാധനങ്ങൾ വരാനുണ്ട്, ഇപ്പോഴേ ബുക്ക് ചെയ്ത് മേടിക്കുന്നത്. ബൈ ത്വാമി ഖബ്ല അൻ യുഖ്ബദു വബൈ മാ ലൈസ ഇൻദക. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ കിട്ടുന്നതിന് മുമ്പ് ആഹാര സാധനങ്ങൾ വിൽക്കുന്നത് നിരോധിച്ചിരിക്കുന്നു. എനിക്ക് തോന്നുന്നത് എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ്. അതായത് കയ്യിൽ വരുന്നതിന് മുമ്പ് ഒരു സാധനവും വിൽക്കാൻ പാടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു. അതിൻ്റെ അർത്ഥം നമുക്കും അങ്ങനെയൊക്കെ തന്നെയാണ് തോന്നേണ്ടത്. സമയത്തു ഇബ്നു അബ്ബാസിൻ റളിയല്ലാഹു അൻഹു യഖൂലു അമ്മല്ലദീ നഹാ അൻഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഹുവ ത്വാമു അൻ യുബാഅ ഹത്താ യുഖ്ബദ. ഖാല ഇബ്നു അബ്ബാസിൻ വലാ അഹ്സിബു കുല്ല ഷൈഇൻ ഇല്ലാ മിത്ലഹു. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട്, ആഹാര സാധനങ്ങൾ വാങ്ങിക്കുന്ന ആള് അത് മുഴുവനായി അളന്ന് കഴിയുന്നത് വരെ വിൽക്കരുത്. ഇസ്മായിൽ ഇങ്ങനെ വിശദീകരിക്കുന്നു, മുഴുവനായി കൈ കിട്ടുന്നത് വരെ വിൽക്കരുത്. അപ്പോൾ അളക്കുകയും കയ്യിൽ കിട്ടുകയും ചെയ്യണം എന്ന് നമുക്ക് നേരത്തെ നമ്മൾ കണ്ടതാണ്. عن ابن عمر رضي الله عنهما أن النبي صلى الله عليه وسلم قال من ابتاع طعاما فلا يبيعه حتى يستوفيه زاد إسماعيل فلا يبيعه حتى يقبله.
അതിൻ്റെ വിശദീകരണം, ആരെങ്കിലും ഒരാൾ ആഹാര സാധനങ്ങൾ 1 പൗണ്ടിന് മേടിച്ചു അല്ലെങ്കിൽ 1 രൂപയ്ക്ക് മേടിച്ചു, എന്നിട്ട് അത് 2 രൂപയ്ക്ക് വിൽക്കുകയാണ്. കയ്യിൽ കിട്ടുന്നതിന് മുമ്പാണ് വിൽക്കുന്നത്. ഒന്നാമത്തെ കച്ചവടക്കാരൻ്റെ കയ്യിൽ തന്നെ സാധനം ഇരിക്കുന്നു, രണ്ടാമത്തെ ആളുടെ കയ്യിലേക്ക് കിട്ടിയിട്ടില്ല. ആ കച്ചവടം അപ്പോൾ അസാധുവാണ്, തെറ്റാണ്, അത് പലിശയായിട്ട് കണക്കാക്കപ്പെടും. കാരണം അവൻ സ്വർണത്തിന് പകരം സ്വർണ്ണമാണ് കൈമാറ്റം ചെയ്തിരിക്കുന്നത്. 1 രൂപയ്ക്ക് പകരം 1 രൂപയാണ് കൈമാറ്റം ചെയ്തിരിക്കുന്നത്. അവിടെ ഇല്ലാത്ത ഒരു സാധനമാണ് അവൻ വിറ്റിരിക്കുന്നത്. അവിടെ ഉള്ള ഒരു സാധനത്തിന് പകരമായിട്ടാണ് അവൻ വിറ്റിരിക്കുന്നത്. അതും നിയമപരമായി അസാധുവാണ്. ആരെങ്കിലും ഇങ്ങനെ വിചാരിച്ചാൽ, അതായത് ആഹാര സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ അത് തൂക്കി നോക്കണമെന്നും തൂക്കാതെ മേടിക്കരുത്, അതുപോലെ തൂക്കാതെ വിൽക്കുകയും ചെയ്യരുത്, അതുപോലെ വീട്ടിൽ കൊണ്ടുവരുന്നതിന് മുമ്പ് വിൽക്കാനും പാടില്ല എന്നാരെങ്കിലും വിചാരിച്ചാൽ, അങ്ങനെ ചെയ്താൽ അത് അനുസരിക്കാത്ത ആരെങ്കിലും ഇതുപോലെ ചെയ്യാതിരുന്നാൽ അല്ലെങ്കിൽ ഇതിനെ അനുസരിച്ചില്ലെങ്കിൽ അയാൾക്ക് ശിക്ഷയുണ്ട് എന്നും ആരെങ്കിലും വിചാരിച്ചാൽ, മൻ റഅ ഇദശ്തറ ത്വാമൻ ജിസാഫൻ അല്ലാ യബിയഹു ഹത്ത യുബ്വിയഹു ഇലാ റഹ്ലിഹി വൽ അദബി ഫി ദാലിക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, ഞാൻ കണ്ടിട്ടുണ്ട് ആളുകൾ ആഹാര സാധനങ്ങൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട്, അതായത് കൃത്യമായി അളക്കാതെ ഒരു ഉദ്ദേശം കണക്കിലൊക്കെ അത് കൊള്ളാതെ രണ്ടിയാക്കുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ വാങ്ങിക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അവരെ എല്ലാവരെയും അടിച്ചിരുന്നു, അതായത് ശിക്ഷ കൊടുത്തിരുന്നു, അടിയായിരുന്നു ശിക്ഷയായിട്ട് കൊടുത്തിരുന്നത്. അവരത് പൂർണ്ണമായി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് വരെ വിറ്റാൽ അവരെ ശിക്ഷിച്ചിരുന്നു. അന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ ഖാല ലഖദ് റഅയ്തു الناس في عهد رسول الله صلى الله عليه وسلم يبتاعون جزافا يعني الطعام يضربون أن يبيعوه في مكانهم حتى يؤوه إلى رحالهم. ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു സാധനം മേടിക്കുന്നു അല്ലെങ്കിൽ ഒരു മൃഗത്തിനെ മേടിക്കുന്നു, എന്നിട്ട് വാങ്ങിച്ച ആളുടെ അടുത്ത് തന്നെ നിർത്തിയേക്കുവാണ്, ഇത് ഇവിടെ വന്നോട്ടെ ഞാൻ പിന്നെ ഒന്ന് കൊണ്ടുപോക്കോളാന്ന്. പക്ഷെ പിന്നെ വന്നെടുക്കാൻ വരുന്നതിന് മുമ്പ് ആ ജീവി മരിച്ചുപോയി. ഇദാഷ്തറ മതാൻ ഔ ദാബത്തൻ ഫവദാഹു ഇൻദൽ ബാഇഇ ഔ മാത ഖബ്ല അൻ യുഖ്ബദ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നു, കച്ചവട സമയത്ത് ആ വിറ്റ മൃഗത്തിന് ജീവനുണ്ടായിരുന്നുവെങ്കിൽ പിന്നീടാണ് അത് മരിക്കുന്നതെങ്കിൽ കച്ചവടക്കാരൻ്റെ കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ തന്നെ, അതായത് വാങ്ങിച്ചു കഴിഞ്ഞു, കച്ചവടം കഴിഞ്ഞു, ഇച്ചിരി നേരത്തേക്ക് അവിടെ നിർത്തിയിട്ട് പോയതാണ്, അല്ലെങ്കിൽ ഞാൻ പിന്നെ എപ്പോഴെങ്കിലും അടുത്ത മാസമോ അല്ലെങ്കിൽ ഈ ആഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ നാളെയോ അല്ലെങ്കിൽ 5 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് കൊണ്ടുപോക്കണം എന്ന് പറഞ്ഞിട്ട് പോകുന്നുവെങ്കിൽ, അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നതാണ്. അത് മരിച്ചു പോയാൽ അത് വാങ്ങിച്ച ആൾക്കാണ് അതിൻ്റെ നഷ്ടം, വിറ്റയാൾക്ക് അല്ല. വഖാല ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ മാ അദ്റകത്തി സ്വഫഖത്തു ഹയ്യൻ മജ്മൂഅൻ ഫഹുവ മിനൽ മുബ്താഅ്. ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിൻ്റെ വീട് ദിവസവും സന്ദർശിക്കുമായിരുന്നു. അപൂർവമായിട്ട് മാത്രമേ അദ്ദേഹം അത് വിട്ടുപോയിട്ടുള്ളൂ അല്ലെങ്കിൽ പോവാതിരുന്നിട്ടുള്ളൂ. ഒന്നുകിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഉറപ്പായിട്ടും പോയിരിക്കും. അങ്ങനെ ഹിജ്റ പോവാനുള്ള അനുവാദം വന്നു മദീനയിലേക്ക്. റസൂലിന് ഉത്തരവ് കിട്ടി. പെട്ടെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. ഉച്ചയ്ക്കാണ് വന്നത്. സാധാരണ വരാറുള്ള രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരമാണ്. ഇത് ഉച്ചയ്ക്ക് കയറി വന്നിരിക്കുന്നു. അബൂബക്കറിനോട് പറഞ്ഞു. ആ പുറത്തുനിന്ന് വേലക്കാരൻ ആരെങ്കിലും ഓടി വന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും റസൂൽ വന്നിരിക്കുന്നു. തീർച്ചയായിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുണ്ട്, എന്തോ അത്യാവശ്യ കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനോട് പറഞ്ഞു, വീട്ടിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ, നിൻ്റെ വീട്ടിൽ ആരും നിൽക്കരുത് എന്ന് വെച്ചാൽ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നിൽക്കട്ടെ, എന്തോ രഹസ്യം പറയാനാണ്. അബൂബക്കർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഇവിടെ എൻ്റെ പെൺമക്കൾ മാത്രമേ ഉള്ളൂ, ആയിഷയും അസ്മായും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് തോന്നുന്നു, എനിക്ക് അറിയിക്കപ്പെട്ടിരിക്കുന്നു, ഹിജ്റ പോകാനുള്ള അനുവാദം കിട്ടിയിരിക്കുന്നു. അബൂബക്കർ പറഞ്ഞു, ഞാൻ താങ്കളോടൊപ്പം കൂടെ വരും അള്ളാഹുവിൻ്റെ റസൂലേ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ എൻ്റെ കൂടെ ഉണ്ടാവും. അബൂബക്കർ അപ്പോൾ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, എനിക്ക് 2 പെണ്ണൊട്ടകങ്ങളുണ്ട്, അതിനെ ഞാൻ ഈ ഹിജ്റയ്ക്ക് വേണ്ടി പ്രത്യേകമായി തയ്യാറെടുപ്പിച്ചതാണ്, ഞാൻ അതിൽ നിന്ന് താങ്കൾക്ക് തരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഞാൻ സ്വീകരിച്ചിരിക്കുന്നു, അതിനൊരു വില ഞാൻ നിനക്ക് തരും. ഇപ്പം ആയിഷ റളിയല്ലാഹു അൻഹ കാലത്ത് ലഖല്ല യൗമൻ കാന യഅതി അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ യഅതി ഫീഹി ബൈത അബീ ബക്കറിൻ അഹദ ത്വറഫൈ നഹാരി ഫലമ്മ ഉദിന ലഹു ഫിൽ ഖുറൂജി ഇലൽ മദീനത്തി ലം യറുന ഇല്ലാ വഖദ അതാന ളുഹ്റൻ ഫഖുബ്ബിറ ബിഹി അബൂബക്കറിൻ ഫഖാല മാ ജാഅന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹാദിഹി സാഅതി ഇല്ലാ ലിഅംറിൻ ഹദസ്.
فلما دخل عليه قال لأبي بكر اخرج من عندك قال يا رسول الله إنما هما ابنتاي يعني عائشة وأسماء قال أشعرت أنه قد أذن لي في الخروج قال الصحبة يا رسول الله قال الصحبة قال يا رسول الله إن عندي ناقتين يعددهما لخروجي فخذ إحداهما قال قد أحثتها بالثمن. അള്ളാഹു എല്ലാ കാര്യങ്ങളും ഏറ്റവും നന്നായി അറിയുന്നു. നിങ്ങളിത് കാണുക, ഖുർആൻ പഠിക്കുക, എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ബാറക്കല്ലാഹു ലി വലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.